ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഇലക്ട്രിക്കൽ ഏജേഴ്സ് ഓൺ. നിങ്ങൾ തമ്മിലേറെ കണ്ടുപോലെ കേരള പി എസ് സി ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ചും കൂടി നോട്ടിഫിക്കേഷൻസ് ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച ഐഒയും അതേപോലെ ഡ്രാഫ്റ്റ്സും ഇലക്ട്രീഷ്യൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്ലൈ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കരുത്. അതേപോലെ SSC ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് മറ്റന്നാൾ 18-ാം തീയതിയാണല്ലോ. അപ്പൊ അതൊന്നും അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. അതേപോലെ ട്രേഡ്സ്മാന്റെ ഒക്കെ എക്സാം വരാറായാലും 30 ഏപ്രിൽ 30 അപ്പൊ അതിന്റെയൊക്കെ പ്രിപ്പറേഷൻ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. അതേപോലെ ILPക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഓക്കെ. അപ്പൊ എനിവേ നമ്മൾക്ക് നമ്മുടെ കണ്ടന്റിലോട്ട് വരാം. അതായത് നിങ്ങളിപ്പം പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ കേരള പി എസ് സി കമ്മീഷൻ ഡിസിഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോ ഇന്നലെ നടന്ന കമ്മീഷൻ യോഗത്തിൽ എന്തൊക്കെയായിരുന്നു തീരുമാനം? അതായത് തിങ്കളാഴ്ചകളിലാണ് അവർ കമ്മീഷൻ കൂടാറുള്ളത്. അപ്പോ അതിൽ ഇന്നലെ ഏപ്രിൽ 15 നടന്ന കമ്മീഷൻ യോഗ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് നമുക്ക് നോക്കാം. താഴെ പറയുന്ന 41 കാറ്റഗറികളിലേക്ക് പ്രസിദ്ധീകരിക്കും. അതിലിപ്പോ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഇൻസ്ട്രുമെന്റേഷൻ അതേപോലെ ഇലക്ട്രിക്കൽ. നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം യൂണിവേഴ്സിറ്റികളുടെ നിയമനം PSCക്ക് വിട്ടുകൊടുത്തിട്ട് അധികം ഒന്നും ആയില്ല അല്ലെ. അതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും അധികം ഒരു സിസ്റ്റം എന്നുള്ള സിസ്റ്റം അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിലേക്ക്, അതേപോലെ ഓവർസിയർ, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് ഓവർസിയർ പോസ്റ്റുകളിലേക്ക്, അതേപോലെ ഇലക്ട്രീഷ്യൻ പോസ്റ്റുകളിലേക്കൊക്കെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റും കൂടി വരുന്നുണ്ടാവുന്ന രീതിയിൽ. അപ്പൊ അതെന്ത് ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഇൻസ്ട്രുമെന്റേഷനും അതേപോലെ ഇലക്ട്രിക്കലും. ഓക്കെ. പിന്നെ ഇത് കൂടാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ വേക്കൻസീസ് എത്രയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കമ്പാരിറ്റീവ്ലി എന്താ ജസ്റ്റ് നമ്പേഴ്സ് ആയിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തത് PWD ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ്. ഓക്കെ. PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സ് ആർക്കുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് PWDയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ്. ഓക്കെ. അപ്പോ അതേപോലെ മെയിൻ ആയിട്ട് സംസ്ഥാന തലത്തിലുള്ള ജനറൽ റിക്രൂട്ട്മെന്റ് ഈ രണ്ട് പോസ്റ്റാണ് ഉള്ളത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ, പിന്നെ PW ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ്. ഓക്കെ. അതായത് AE ഇലക്ട്രിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, അതുപോലെ AE ഇൻ ഇലക്ട്രോണിക്സ് ഇൻ PWD. ഓക്കെ. പിന്നെ ജില്ലാ തലത്തിലൊന്നും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇലക്ട്രിക്കലിനോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഓക്കെ. അപ്പോ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോ നമുക്ക് ഒരു വീഡിയോ നമുക്കിവിടെ എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ. ഇത് ഇവിടെ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞാൽ NCA റിക്രൂട്ട്മെന്റിൽ വരുന്നുണ്ട് കേട്ടോ. NCA റിക്രൂട്ട്മെന്റിൽ അതായത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഇലക്ട്രീഷ്യൻ, ഇഴവ തീയ ബിലവ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിൽ എന്ത് ചെയ്യാം, ഇലക്ട്രീഷ്യൻ വരുത്തുന്നത്. ഓക്കെ. വേറെ ഒന്നിലും ഇലക്ട്രീഷ്യനോ അങ്ങനെ വേറെ ഒന്നിലും നമ്മുടെ ടെക്നിക്കലുള്ളത് കാണുന്നില്ല. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോ ഇത് മെയ് മാസം ആയിരിക്കും ഗസറ്റിൽ വരുന്നുണ്ടാവാന്ന് വിചാരിക്കുന്നു. ഓക്കെ. മെയ് മാസം ഫസ്റ്റ് വീക്ക് ഒക്കെ വരുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ്. ഓക്കെ. താങ്ക് യു.